പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഉണ്ണി സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് വേറൊരാളുടെ ഫേസും കൂടി ഇങ്ങനെ ശകലകലാവല്ലഭൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു റിസംബ്ലൻസ് ഉണ്ണിക്കുണ്ടെന്ന്? ഋതിക് റോഷൻ ആണോ? നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം ആരാന്ന്. ഋതിക് റോഷൻ ആണോ നോക്കിക്കേ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കംപ്ലീറ്റ് ആയിട്ട് അതെ. നിങ്ങൾ ഉണ്ണി ഇങ്ങനെ ഞാൻ ഫോട്ടോയ്ക്ക് ഇന്ന് ഞാൻ ഇങ്ങനെ പോസ് ചെയ്തോട്ടെന്ന് പറയുമ്പോ അപ്പൊ തന്നെ വിജയ് അവിടെ അത് ചെയ്ത പോലെ ഉണ്ട്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി ഒരേപോലെ പോസ് ചെയ്യണു, കാര്യങ്ങളെല്ലാം വന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോ കാണിച്ചില്ലേ, അതിൽ ശരിക്കും നല്ല സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടുപേരും തമ്മില്. 7 പേര് അവിടെ ആയിരിക്കാം. അതിലേക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോണ്ട. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് എത്തുന്നു. സിനിമയ്ക്ക് ഉണ്ണി മുകുന്ദൻ എന്ന നടനെ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് കരുതുന്നു? സിനിമയ്ക്ക് ഉണ്ണിമുകുന്ദനെ ആർക്കും ആവശ്യമില്ല. മലയാള സിനിമ ആർക്കും ഉണ്ണിമുകുന്ദന്റെ ആവശ്യം. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് നല്ലൊരു ചോദ്യം. അതെ, ഞാൻ ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു സംഭവിക്കില്ല ആണ്. ഇത് എന്റെ ആവശ്യമാണ് മലയാള സിനിമ എന്നുള്ളതാണ് എന്റെ ആവശ്യമാണ്. അനാവശ്യമായി ചർച്ച വിഷയമാക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? ചുമ്മാ എന്നെക്കാളും ചെറുപ്പമുള്ള കുട്ടികൾ അവരുടെ കാര്യം നോക്കട്ടെ. ഞാനിവിടെ കെട്ടുപ്രായമൊന്നും ആയിട്ടില്ല. ഇനി സമയമാകുമ്പോ ഞാൻ കല്യാണം കഴിച്ചോളാം. വേറെ ആൾക്കാരെ ഗോസിപ്പ് ഞാൻ കേൾക്കട്ടെ. അതെ, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ബാക്കിയുള്ളവർ കല്യാണം കഴിച്ചത് കൊണ്ട് പേര് വരുന്നില്ല എന്ന് പറയാം. ഓക്കെ, ഇനി ഉണ്ണി നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. യൂഷ്വലി നമ്മുടെ പ്രോഗ്രാമിന്റെ പാറ്റേൺ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ വീഡിയോ, അത് ഓരോ ഗസ്റ്റിനെ കുറിച്ചുള്ളത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രൊഫൈൽ വീഡിയോ നമ്മൾ ഇന്ന് നമ്മളിത് മിസ് ചെയ്തു അന്നേരം കാണാനായിട്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം, ഉണ്ണിയുടെ പ്രൊഫൈൽ വീഡിയോ. മലയാള സിനിമയിൽ യുവത്വത്തിന്റെ പ്രസരിപ്പും ഉണർവും കൊണ്ട് ശോഭനമായ ഭാവി നെയ്തെടുത്ത യുവ കലാകാരൻ ഉണ്ണി മുകുന്ദൻ. കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും എന്തിന് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ണിയോട് വല്ലാത്തൊരിഷ്ടമാണ്, ആരാധനയാണ്. നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടൻ. ഉണ്ണി മുകുന്ദൻ ഏവർക്കും ഒരേപോലെ പ്രിയങ്കരനാകുന്നത് അനിതര സാധാരണമായ അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി കൊണ്ടും ആകർഷകമായ സൗന്ദര്യം കൊണ്ടും തന്നെയാണ്. ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങളോട് ഇത്രയധികം ആത്മാർത്ഥതയും അർപ്പണബോധവും പുലർത്തുന്ന ഉണ്ണി മുകുന്ദന് അദ്ദേഹം ജീവൻ നൽകുന്ന കഥാപാത്രങ്ങളിലൂടെ ലഭിക്കുന്ന പ്രേക്ഷക പ്രീതിയും അംഗീകാരങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തതു തന്നെ. തമിഴ് ചിത്രത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് മലയാള സിനിമയുടെ മുഖചാരുതയിൽ മുഖശ്രീയായി മാറിയ ഉണ്ണി മുകുന്ദൻ മലയാളികളുടെ മല്ലുസിംഗായി തട്ടകം കീഴടക്കുകയായിരുന്നു. വിക്രമാദിത്യനും സ്റ്റൈലും ഒരു മുറൈ ബന്ദ് പാർത്തായും കടന്ന് അച്ചായൻസിലും മാളികപ്പുറത്തിലുമൊക്കെ എത്തി തന്റെ അഭിനയ ചാരുതയ്ക്ക് മിഴിവ് കൂട്ടുമ്പോൾ ഉണ്ണി മുകുന്ദനിലെ കലാകാരൻ കൂടുതൽ ശോഭിക്കുകയാണ്. മേപ്പടിയാൻ, ഷെഫീഖിന്റെ സന്തോഷം എന്നിങ്ങനെ ഉണ്ണി മുകുന്ദൻ ആക്ടിംഗ് മാജിക് കൊണ്ട് ബിഗ് സ്ക്രീനിന് മുന്നിൽ കയ്യടികൾ കൊണ്ട് വർണ്ണമുഖരിതമായ മുഹൂർത്തങ്ങൾ ഏറെ. ഇപ്പോഴിതാ വെള്ളിത്തെരയിൽ പുത്തൻ സക്സസ് ഫോർമുല സൃഷ്ടിക്കാൻ ഉണ്ണി മുകുന്ദൻ ജയ് ഗണേഷുമായി നമുക്കരികിലേക്ക്. അതെ, ഉണ്ണി മുകുന്ദൻ ഹിറ്റ്സിലേക്ക് ചേർത്ത് വയ്ക്കാൻ ജയ് ഗണേഷ് എത്തുകയാണ്. ജീവിതത്തിന്റെ സൗന്ദര്യം കിനിയുന്ന മുഹൂർത്തങ്ങൾ കോർത്തെടുക്കുന്ന വേദി ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഉണ്ണി മുകുന്ദനെ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു, ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം